യഥാർത്ഥത്തിൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യന് ജീവിതകാലത്ത് ഒരൊറ്റ നക്ഷത്രത്തെ പോലും നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുന്നൊരു യാഥാർത്ഥ്യം. ഒരിക്കലും നമ്മുടെ ജീവിതകാലത്ത് ഒരൊറ്റ നക്ഷത്രത്തെ നമ്മൾ കാണുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഏറ്റവും അരികെയുള്ള സൂര്യനെ പോലും അതേ സൂര്യനെ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ സൂര്യനെ യഥാസ്ഥാനത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത. ഭൂമിയിൽ നിന്നും 150 മില്യൺ കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. 150 മില്യൺ, അതായത് 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യനുള്ളത്. നമ്മളിപ്പോൾ ഒരാള് മണിക്കൂറിൽ 1000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിൽ നമ്മൾ സൂര്യനെ ലക്ഷ്യമാക്കി പോവുകയാണെങ്കിൽ, സങ്കല്പിക്കുക, സാധ്യമല്ലാത്തതാണ്, പക്ഷേ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ സൂര്യനിലെത്താൻ വേണ്ട സമയം 17 വർഷമാണ്. ഓരോ മണിക്കൂറിലും 1000 കിലോമീറ്റർ വെച്ച് പോയാലും സൂര്യനിലെത്താൻ 17 വർഷം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അത്രയേറെ ദൂരെയാണ് സൂര്യനുള്ളത്. അപ്പൊ അവിടെ നിന്നും, അത്രയും ദൂരത്ത് നിന്നും സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം കൃത്യം 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. അത്രയും സമയം പ്രകാശം സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയിലെത്തുകയുള്ളൂ. ഇപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ള വസ്തു എന്നുള്ളത് പ്രകാശമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ള വസ്തു പ്രകാശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും വേഗതയുള്ള പ്രകാശം, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇത്രയേറെ വേഗതയുള്ള പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 മിനിറ്റാണ്. 8 മിനിറ്റ് 20 സെക്കൻഡും. അപ്പൊ ആ പ്രകാശം നമ്മൾ പ്രകാശം കൊണ്ടാണ് കാണുന്നത്, പ്രകാശമുള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റ് മുമ്പ് സൂര്യനിൽ നിന്നും പുറപ്പെട്ട ഒരു പ്രകാശമാണ്. അപ്പൊ അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. യഥാർത്ഥത്തിലുള്ള സൂര്യൻ ആ സ്ഥാനത്തേ ഇല്ല. ആ സ്ഥാനത്ത് നിന്നും സൂര്യൻ ഒരല്പം മാറിയിട്ടുണ്ടാകും, എത്രയോ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. കാരണം സൂര്യൻ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റിന് മുമ്പുള്ള സൂര്യനാണ്. സൂര്യൻ ആ സ്ഥാനത്ത് നിന്ന് എത്രയോ അപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. ഒരല്പം കൂടെ നമ്മൾ മാറ്റി ചിന്തിക്കുകയാണ്. അപ്പൊ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള മറ്റൊരു നക്ഷത്രമാണ് ആൽഫ സെഞ്ചുറി എന്നറിയപ്പെടുന്ന മറ്റൊരു നക്ഷത്രം. ആ നക്ഷത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ വേണ്ട സമയം 4 വർഷമാണ്. അതായത് അവിടെ നിന്നും പ്രകാശം പുറപ്പെട്ട് ഭൂമിയിലെത്താൻ, അതായത് ഇപ്പോൾ ആ നക്ഷത്രത്തിൽ ഒരാൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ആ ടോർച്ചിന്റെ വെളിച്ചം ഭൂമിയിലെത്താൻ വേണ്ട സമയം 4 വർഷമാണ്. അത്രയേറെ ദൂരത്താണ് അത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആ നക്ഷത്രത്തെ അവിടെ കാണുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ നക്ഷത്രത്തെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആ നക്ഷത്രം ആ സ്ഥാനത്തേ ഇല്ല, മറിച്ച് അത് എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. നമ്മൾ ആ നക്ഷത്രം നിന്നൊരു സ്ഥാനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരിക്കലും ജീവിതകാലത്ത് ഒരിക്കലും നമ്മൾ ആ നക്ഷത്രത്തെ അവിടെ കാണുന്നില്ല.